വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അടിപൊളി ചിക്കൻ ചീസ് റോളാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചട്ടിയിലോട്ട് 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ 1 ക്യാപ്സിക്കോ, 1 ക്യാരറ്റ്, 1 വെള്ളുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചെറിയ രീതിയിലൊന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂണ് ചിക്കൻ മസാല, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂണ് പെരിഞ്ജീരകപ്പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാല പൗഡർ, പിന്നെ പാകത്തിനുള്ള ഉപ്പിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 300 ഗ്രാം ചിക്കന് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പൊരിച്ചെടുത്തിട്ട് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. മാറ്റി വെച്ച് ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് കുക്കറിലിട്ടിട്ട് പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പിടി ചപ്പ് പൊതിനയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 4 സ്ലൈസ് ചെയ്ത ചീസാണ് കേട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അതും കൂടെ ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് കൈ വെച്ച് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി 2 കോഴിമുട്ട പൊട്ടിച്ചൊരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് വെക്കുന്നുണ്ട്. കുറച്ച് ബ്രെഡ് എടുത്ത് പൊടിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഷേപ്പാക്കി ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് നമ്മുടെ കോഴിമുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിലിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഈ ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഇതൊന്ന് ഷേപ്പാക്കി കൊടുക്കാം കേട്ടോ. അതേപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കണം. ഇതേപോലെ എല്ലാതൊന്ന് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെല്ലാതൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി ചൂടായി വരുന്ന എണ്ണയിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക. തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുക. അടിപൊളി ടേസ്റ്റ് ഉണ്ട്. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് മക്കൾക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ചീസ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ പൊട്ടിച്ചിട്ട് ചീസ് സോസിൽ തന്നെ ടിപ്പ് ചെയ്ത് കഴിക്കട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ശരി, ബൈ.